കൂലി വർക്ക 2024 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, റൗലറ്റ് ആക്ട് ആണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്ന് പറയുന്നത്. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ്. 1918 ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കട്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്ന ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ എന്ന് പറയുന്നത് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? അമേരിക്ക. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിന് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. 1976 കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് ചെയർമാനായുള്ള ഒരു 12-അംഗ കമ്മിറ്റിയായിരുന്നു ഇത്. സപ്രൂ കമ്മിറ്റി എന്ന് വെച്ചാൽ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. വർമ്മ കമ്മിറ്റി എന്ന് വെച്ചാൽ ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥയുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിന് ബന്ധപ്പെട്ട റിപ്പോർട്ട് 1999 സമർപ്പിച്ച കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂരാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ളത് G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് ഉൾപ്പെടാത്ത വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാന പുനഃസംഘടന രൂപീകരിക്കുന്ന കമ്മീഷനെ ഉൾപ്പെടാത്തതാണ് പോറ്റി ശ്രീരാമുലു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ആൻസർ സി ആണ്. 1, 2, 3 പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികൾ ഉൾപ്പെട്ട രാജ്യങ്ങൾ ആണ് ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. സൈനിക സഖ്യ അച്ചുതണ്ട് ശക്തി ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആണ് APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയ തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ടീമാണ്? ആൻസർ എന്ന് പറയുന്നത് ശ്രീലങ്ക. വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? 7ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പം വലുപ്പത്തിൽ ആദ്യത്തെ ലോകരാജ്യങ്ങളെ വലുപ്പത്തിൻ്റെ അടുത്ത് ഫസ്റ്റ് വരുന്നത് റഷ്യയാണ്. അത് കഴിഞ്ഞ് രാജ്യം ഏതെന്ന് വെച്ചാൽ റഷ്യയാണ്. ഭൂഖണ്ഡം എന്ന് വെച്ചാൽ യൂറോപ്പും ഏഷ്യയുമാണ്. കർണാടകയിൽ കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏത്? മുത്തങ്ങ വന്യജീവി കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ചൈന. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ആൻസർ പെരിയാർ. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന താഴെ തന്നിട്ടുള്ള ഏതാണ്? തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണ് 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് MJ ദേശായി ആണ്. അത് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായി ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് എന്നാണ്? അല്ലാത്തത് ഓർബിറ്റർ ആണ്. താഴെ പറയുന്ന അമൃത് ഷെയറിൻ്റെ ചിത്രം ഏത്? അമൃത് ഷെയറിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ചരക്കു സേവന നികുതി നിലവിൽ വന്ന് 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദ്. താഴെ പറയുന്ന ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് 2 മാത്രമാണ്.
കോമ്പല്ല ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. കോമ്പല്ല ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. അടുത്ത ക്വസ്റ്റ്യന് ലോല ഏതു വിളയുടെ സങ്കര ഇനമാണ്? ലോല പയറാണ്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണ. താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏത്? ശരിയായത് ഏത് എന്ന് വെച്ചാൽ ബി ആണ് ആൻസർ. 2 മത്തം. തിരമാലകൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിൽ? മുതിയം കടൽത്തീരം ഏത് ജില്ലയിലാണ്? മലപ്പുറം. മുതിയം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. സംസ്ഥാനത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്ന ശരിയുത്തരം ഏത്? ആൻസർ എന്ന് പറയുന്നത് എ ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ആൻസർ എ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജെയിൻ വീലിൻ്റെ ചലനമാണ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്. അപ്പോൾ ദോലന ചലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണ കമ്പിയുടെ ചലനം. അടുത്ത ക്വസ്റ്റ്യന് കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽപ്പെടാത്തത് ടൈറ്റാനിയമാണ്. ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് ഏത് എന്നാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ആൻസർ 1, 2, 3 ആണ്. കണികയുടെ ഊർജ്ജം കൂടുന്നു. ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയ. കണികയുടെ ഊർജ്ജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT6CA ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആൻസർ ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ഡി ആണ്. അപ്പോൾ ഉൾപ്പെടുന്നത് ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നാണ്. ആൻസർ ചിക്കൻ ബോക്സ് ആണ് ഒറ്റപ്പെട്ടത്. അപ്പോൾ ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ. ഇവയൊക്കെ എന്താണ്? ബാക്ടീരിയകളാണ്. ക്ഷയം, ഡിഫ്തീരിയ, എലിപ്പനി ബാക്ടീരിയ രോഗമാണ് ചിക്കൻ ബോക്സ് വൈറസ്.